തിരിച്ചുവരവിന്റെ പാതയിൽ ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ പോരാട്ടം. വി ജോയ്, അടൂർ പ്രകാശ്, വി മുരളീധരൻ. ശക്തമായ ത്രികോണ പോരാട്ടം ആറ്റിങ്ങലിൽ. നോക്കൂ, ബംഗാളിൽ തൃണമൂലിന്റെ തേരോട്ടം. 22-ൽ നിന്ന് 32 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടം. ശക്തമായ തേരോട്ടമാണ് തൃണമൂൽ കോൺഗ്രസിന്. വെസ്റ്റ് ബംഗാളിൽ BJPക്ക് കാലൂന്നാനൊരിടം കൊടുക്കാതെ മമതാ ബാനർജി മാനുഷ് മതിമറക്കുന്നു. അങ്ങനെ വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ സീറ്റുകളുടെ കാര്യത്തിൽ 32 സീറ്റുകൾ. BJPക്ക് 9 സീറ്റുകൾ. കഴിഞ്ഞ തവണ കിട്ടിയത് 18, ഇക്കുറി 9ലേക്ക് BJP ഒതുങ്ങുന്നു. തമിഴ്നാട്ടിൽ ഇത്തവണ 4 പ്രവചിച്ചെടുത്ത് 0ലേക്ക് ഒതുങ്ങുന്നു. കേരളത്തിൽ 3 പ്രവചിച്ചെടുത്ത് 2ലേക്ക് ഒതുങ്ങുന്നു. മാവേലിക്കരയിൽ UDF ഇപ്പോഴും 5873 സീറ്റുകളുടെ മാത്രം ലീഡിൽ പോകുന്നു. 5873 വോട്ടുകളുടെ മാത്രം ലീഡിൽ മാവേലിക്കരയിലെ ഇപ്പോഴും കൊടിക്കുന്നിൽ സുരേഷാണ് മുന്നിൽ. പക്ഷേ പാലക്കാട് 48,637 വോട്ടുകൾക്ക് UDF മുന്നിലാണ്. വടകരയിലെ ഷാഫി 1,00,000 വോട്ടുകൾ കടന്നിരിക്കുന്നു. ഷാഫി പറമ്പിൽ 50,323 വോട്ടുകൾക്ക് മുൻപിലാണ്. രാഹുൽ ഗാന്ധി 1.25 ലക്ഷം പിന്നിട്ടിരിക്കുന്നു. അതെ, 1.5 1,86,265. അതായത് റായ്ബറേലിയിൽ 1.25 ലക്ഷം പിന്നിട്ടു. അതേസമയം വയനാട്ടിലെ 1,86,265 ലക്ഷം കടന്നു. അതെ, ഇപ്പോൾ ആലത്തൂരിൽ LDFന്റെ ലീഡ് 15,552. അതായത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്നുള്ള ഏകദേശം ഉറപ്പിച്ചു. ഒരു സീറ്റ്, ഒരു കനല്, അത് ആലത്തൂരിലാണ് എന്നുള്ളതാണ്. ആതിരയുടെ ചിരി കണ്ട പാവം തോന്നും. ആതിര ഒരേ ഒരു കനൽ. ആലത്തൂരിൽ LDF 15,552. ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോ അങ്ങനെ വി ജോയ് 1377 വോട്ടുകൾക്ക് മുന്നിൽ. വി ജോയ് 1377 വോട്ടുകൾക്ക് മുന്നിൽ. ആറ്റിങ്ങലിൽ ഒപ്പത്തിനൊപ്പം ക്ലാസിക് പോരാട്ടം നടക്കുന്നത് ആറ്റിങ്ങലിലാണ്. 1377 വോട്ടുകൾക്ക് വി ജോയും അടൂർ പ്രകാശും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ സന്തോഷ വാർത്ത. ബാരാമതിയിൽ NCP സുപ്രിയ പങ്കജമുണ്ട് പിന്നിൽ. ബാരാമതിയിൽ NCP സുപ്രിയ സൂലെ മുന്നിൽ. കല്യാണിൽ ഡോക്ടർ ശ്രീകാന്ത് ഏകദാഷിന്റെ മുന്നിൽ. മുംബൈ നോർത്തിൽ പീയൂഷ് ഗോയൽ BJP മുന്നിൽ. 1 ലക്ഷം. കാസർഗോഡ് രാജ്മോഹൻ ലീഡ് കുത്തനെ ഉയർത്തിയിരിക്കുന്നു. 20,973 വോട്ടുകൾക്ക് ഇപ്പോൾ രാജ്മോഹൻ ലീഡ് ചെയ്യുകയാണ്. കേട്ടോ, അല്ല ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ പോലും അവിടെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ലീഡ് നില വളരെ പിന്നിലാണ്. അല്ല ആയിക്കോട്ടെ, എങ്കിൽ പോലും സുരേഷ് ഗോപി കടന്ന് അങ്ങനെ 58,107 എത്തിയിരിക്കുന്നു. 60,000 എനിക്ക് 1 ലക്ഷം കാസർഗോഡ് കാണേണ്ടത് കാസർഗോഡ് കാണേണ്ടത് ആകെ എണ്ണിയിരിക്കുന്നത് എത്രയാണ്? ഇത്ര എണ്ണിയിട്ടുള്ളൂ. ആകെ 1,24,000, 1,03,000 പരമാവധി അത്രേ ഉള്ളൂ. പക്ഷേ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ പകുതിയിലധികം എണ്ണാനുണ്ട്. മാത്രമല്ല, എണ്ണുന്ന മണ്ഡലങ്ങൾ ഇപ്പോൾ കാസർഗോഡും മഞ്ചേശ്വരം ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താനാണ് ലീഡ് വരേണ്ടത്. ഏതായാലും സുരേഷ് ഗോപിയുടെ ലീഡ് 58,107 ആയിരിക്കുന്നു. പഞ്ചാബിലെ കണക്ക്. പഞ്ചാബിൽ കോൺഗ്രസ് 7, ആം ആദ്മി പാർട്ടി 3, ശിരോമണി അകാലിദൾ 1, BJP 0, കോൺഗ്രസ് 7, 3. പഞ്ചാബിൽ ശക്തമായ നേരിടും. സുജയ നോക്കൂ, അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യം, അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയ തരംഗം, കർഷകരുടെ പ്രതിഷേധം പഞ്ചാബിൽ എങ്ങനെയാണ് വോട്ടായി മാറുന്നത് നോക്കൂ. പഞ്ചാബിൽ കോൺഗ്രസ് 7, ആം ആദ്മി പാർട്ടി 3, ശിരോമണി അകാലിദൾ 1. പശ്ചിമ ബംഗാളിൽ 32 ഇടത്താണ് TMC 32 ഇടത്ത് ലീഡ് ചെയ്യുന്നു. ചെറിയ കണക്കല്ല. കഴിഞ്ഞ തവണ 22 ഇടങ്ങളിൽ വിജയിച്ചെടുത്ത് 32 ഇടങ്ങളിൽ മമതാ ബാനർജി ലീഡ് ചെയ്യുന്നു. അട്ടിമറിയാണ് ബംഗാളിൽ നടന്നിരിക്കുന്നത്. കാലൂന്നാനൊരിടം ആറ്റിങ്ങലിൽ വിജോയിയുടെ നില കുത്തനെ താഴുകയാണ്. 349 വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ വിജോയ്ക്ക് ലീഡ് ഉള്ളത്. ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു ആറ്റിങ്ങലിൽ. വീണ്ടും വിജോയിയുടെ മുഖത്തെ ചിരി അല്പം മായുന്നു. 349. ജോയി അല്പം കുറയുന്നു. നോക്കൂ, യുപിയിലെ നില നോക്കൂ. യുപിയിൽ സമാജ്വാദി പാർട്ടി 36 ഇടത്താണ് ലീഡ് ചെയ്യുന്നത്. BJP 33ലേക്ക് താണിരിക്കുകയാണ്. കോൺഗ്രസ് 8 ഇടത്ത് ലീഡ് ചെയ്യുന്നു. 44 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി. 44 ഇടങ്ങളിൽ യോഗേന്ദ്ര യാദവ് പോലും. ബൻസ്വാരയിലെ BJP 1 ലക്ഷം വോട്ടുകൾക്ക് ഭാരത് ആദിവാസി പാർട്ടിക്ക് മുന്നിൽ പിന്നിലാണ്. അതായത് നുഴഞ്ഞുകയറ്റക്കാരെന്നും പെറ്റുകൂട്ടുന്നവരെന്നും ഏപ്രിൽ 21-ാം തീയതി നരേന്ദ്രമോദി പ്രസംഗിച്ച് വിദ്വേഷ പ്രസംഗം തുടങ്ങിയ ബൻസ്വാരയിൽ BJP 1 ലക്ഷം വോട്ടുകൾക്ക് പിന്നിലാവും. ആലപ്പുഴയിലെ KC വേണുഗോപാലിന്റെ ലീഡ് 40,816. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 24,018. പാലക്കാടിന്റെ ഷാഫി
വടകരയിൽ മധുര പ്രതികാരം. ഷാഫി പറമ്പിലിന് 54,335 വോട്ടിന്റെ വടകരയിലെ ചൂട് അനുഭവിച്ചിട്ടുണ്ടോ സ്മൃതി? ചൂടൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു. പാലക്കാടിന്റെ ചൂടിന് അത്രത്തോളം വരില്ല. പാലക്കാടിന്റെ ചൂടിനെ അതിജീവിച്ച് ശ്രീധരനെ മറികടന്നു പോകാൻ കഴിയുമെങ്കിൽ ആ ചൂട് ഷാഫി പറമ്പിലിന് വടകരയിലും നിലനിർത്താൻ. സുധാകരൻ കണ്ണൂരിലെ 43,343 വോട്ടുകൾ. കണ്ണൂർ കൈവിട്ടു എം വി നികേഷ് കുമാർ. മാവേലിക്കരയിൽ UDF 6,812 വോട്ടുകൾക്ക് മുന്നിലാണ്. മാവേലിക്കരയിൽ UDF 6,812. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് സാവധാനം ലീഡ് നിലനിർത്തി. കോട്ടയത്ത് 41,513 വോട്ടുകൾക്ക് UDF. രാഘവേട്ടൻ കോഴിക്കോട് എടുത്തു. മിഠായി തെരുവിന്റെ ഹൽവ പോലെ മധുരമായി കോഴിക്കോട് MK രാഘവേട്ടൻ. അതായത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് MK രാഘവൻ നടന്നു നീങ്ങുകയാണ്. ആന്റോ ആന്റണി ലീഡ് ഉയർത്തുന്നു 22,740. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ലീഡ് ഉയർത്തുന്നു. പത്തനംതിട്ടയിൽ സഭാ വോട്ടിന്റെ പിൻബലത്തിലും ഒപ്പം തന്നെ പത്തനംതിട്ടയിലെ തന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിലും ആന്റോ ആന്റണിയുടെ വിശ്വാസം. നോക്കൂ, കൊല്ലത്ത് 60,000 പിന്നിട്ടിരിക്കുന്നു പ്രേമചന്ദ്രൻ. ഇത് ട്രിപ്പിൾ പ്രേമലു. 60,000 പിന്നിട്ടിരിക്കുന്നു NK പ്രേമചന്ദ്രൻ. വയനാട്ടിൽ രാഹുലിന്റെ ലീഡ് 2 ലക്ഷത്തോടെടുക്കുന്നു. 1,88,000 എടുക്കുന്നു. വയനാട്ടിൽ ഇതുവരെ 12 മണിവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് BJPക്ക് 39.13% വോട്ടും കോൺഗ്രസിന് 25. അതായത് ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ കോൺഗ്രസ് ഉണ്ട് 25.67% വോട്ടും. SPക്ക് 3.79% വോട്ടും. തൃണമൂൽ കോൺഗ്രസിന് 2.44% വോട്ടും. BSPക്ക് 1.88% വോട്ടും. മറ്റുള്ളവർക്ക് 27% വോട്ടുമാണ്. അതായത് കോൺഗ്രസും BJPയും തമ്മിൽ 14% വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് വേണ്ടി വന്നാൽ 1-2 ഘടകകക്ഷികൾ ഇങ്ങോട്ട് മറിഞ്ഞാൽ തീരാവുന്ന ഭരണമായി തീർന്നിരിക്കുന്നു NDA. അതാണ് കാണുന്നത്. ഇനി ഒരിക്കലും BJPക്ക് തന്റെ സ്വന്തം ബലത്തിൽ അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് ഏറെക്കുറെ തീർപ്പായിരിക്കുന്നു. ഇതാ 303 എന്ന മാന്ത്രിക സംഖ്യയിൽ 240 പടുകുഴിയിലേക്ക് വീണിരിക്കുന്നു BJP. 5 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ ലീഡ് 60,304. ആറ്റിങ്ങലിൽ സൂപ്പർ സർപ്രൈസ്. വി ജോയും അടൂർ പ്രകാശും വി മുരളീധരനും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടമായി ആറ്റിങ്ങൽ മാറുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ വി ജോയി എന്ന പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയുടെ കരുത്തോ, അടൂർ പ്രകാശ് എന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ മാനേജറുടെ കരുത്തോ, വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയുടെ കരുത്തോ, ഏതാണ് കരുത്ത് കാട്ടുക എന്നതറിയാം. കെ മുരളീധരന് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്താ എന്നൊരു വലിയ ചോദ്യം അപ്പോഴും തൃശ്ശൂരിൽ ബാക്കിയാവുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ 6,812 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ആനി രാജയുടെ ഇരട്ടി വോട്ടുകളുമായി കോട്ടയത്ത് UDF 46,399 വോട്ടുകൾ. മൂന്നാം റൗണ്ടിലും കെ സുധാകരൻ വ്യക്തമായ ലീഡ് നിലനിർത്തുകയാണ്. തളിപ്പറമ്പിലും ധർമ്മടത്തും മട്ടന്നൂരിലും സുധാകരൻ എങ്ങനെ ലീഡ് ചെയ്തു? എങ്ങനെ ഇടതുകോട്ടകളിലേക്ക് സുധാകരൻ കടന്നെത്തി? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ശക്തമായ സാന്നിധ്യവും നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വികാരവും കണ്ണൂരിൽ കെ സുധാകരൻ തുണയായിത്തീരുന്നു. കെ സുധാകരൻ മൂന്നാം റൗണ്ടില് ലീഡ് ചെയ്യുന്നത് തളിപ്പറമ്പിലും ധർമ്മടത്തും മട്ടന്നൂരിലും എന്ന് പറയുമ്പോൾ അത്ഭുതകരമായ റിസൾട്ടാണ് കെ സുധാകരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങലിലെ കണക്കുകൾ നോക്കൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയേണ്ടി വരും. 1,14,000 LDFന്, 1,14,000 UDFന്, 1,08,194 വി മുരളീധരന്. അതായത് കഴിഞ്ഞ തവണ പിടിച്ച 2.25 ലക്ഷം എന്ന ശോഭാ സുരേന്ദ്രൻ ടാർഗറ്റിലേക്ക് ഒരു പക്ഷേ വി മുരളീധരൻ എത്തിയേക്കാം. അത് തന്നെയാണ് അടൂർ പ്രകാശിന്റെ പരാജയത്തിന്റെ കാരണമായി നമ്മൾ കണക്കിലാക്കേണ്ടി വരും. അതായത് ആറ്റിങ്ങലിലെ ഒരു സൂപ്പർ പോരാട്ടം, അതായത് ത്രികോണ മത്സരത്തിലേക്ക് വി ജോയ്, അടൂർ പ്രകാശ്, വി മുരളീധരൻ എന്നിവരുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം കുറയുന്നുണ്ട്, ലീഡ് കുറയുന്നുണ്ട്. 22,960 താണിട്ടുണ്ട്. 22,960 താഴുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം. ലീഡ് ഉയർത്തുന്നു. ആലപ്പുഴയിൽ 41,645 എത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം 22,960 മാത്രമായിട്ടാണ് കുറഞ്ഞത്. പക്ഷെ ഓർമ്മിക്കണം, നഗരഹൃദയങ്ങളുടെ വോട്ടുകളാണ് എണ്ണിത്തീരുന്നത്. ഇനി തീരദേശങ്ങളിലടക്കം LC വിഭാഗത്തിന്റെ അടക്കം വോട്ടുകൾ എണ്ണാനുണ്ട്. ആ ഘട്ടം എത്തുമ്പോൾ എന്താണ് രാജീവ് ചന്ദ്രശേഖരന് ഉയർപ്പുണ്ടാകും അതോ താഴ്ചയായിരിക്കുമോ എന്നത് തരൂരിന് കിരച്ചപ്പോഴൊക്കെ ഈ തീരദേശ വോട്ടുകൾ തുണയായി എത്തിയിട്ടുണ്ട്. UPയിലെ സീറ്റ് ഇന്നലെ ഒന്ന് വായിച്ചു പോകേണ്ടതുണ്ട്. BJP അവിടെ 36 സീറ്റുകളിൽ, കോൺഗ്രസ് 8 സീറ്റുകളിൽ, SP 33 സീറ്റുകളിലാണ് ഇപ്പോൾ. BSP 0 എന്നുള്ളത്. ആലപ്പുഴയിലെ റെക്കോർഡ് വോട്ട് നേട്ടവുമായി ശോഭാ സുരേന്ദ്രൻ നേരത്തെയുള്ള വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എങ്കിൽ തന്നെയും അവിടെ ഇപ്പോഴും KC വേണുഗോപാൽ തന്നെയാണ് വെന്നിക്കൊടി. 1,00,000 വോട്ടുകളിലേക്ക് KCക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ശോഭ. നോക്കൂ, KC വേണുഗോപാൽ മൂന്നാം സ്ഥാനത്തേക്കാണ്. KC വേണുഗോപാൽ ഇരട്ടക്കനലായി ആലപ്പുഴയിൽ എരിയുന്നു. അവിടെ